ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ചെടികളുണ്ട്. അതിനകത്ത് പൂക്കൾ തരുന്ന ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ പൂക്കൾ തന്നെ പല കളേഴ്സാണ്. അപ്പം പലർക്കും പല ടേസ്റ്റാണ്. പല കളറിനോടാണ് കൂടുതൽ ഇഷ്ടം. വെള്ളയോടായിരിക്കാം, ചുവപ്പിനോടായിരിക്കാം. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു കളറാണ് യെല്ലോ. അത് പൂക്കളിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ കളറിലെ പൂക്കൾ, ചെടികൾ നട്ടു വളർത്താൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഗാർഡനിൽ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ഞാൻ വെച്ച് നട്ടു വളർത്തിയിട്ടുള്ള മഞ്ഞ പൂക്കൾ തരുന്ന ചെടികളെല്ലാം ഒരുപോലെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. കുറേയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അതിൻ്റെ ചെടികളും ഒന്ന് പരിചയപ്പെടുത്താം. ഒരുപാട് വലിയ മരങ്ങളാവുന്ന ചെടികളല്ല കേട്ടോ. അത്യാവശ്യം നമ്മുടെ വീട്ടുമുറ്റത്ത് ചെറിയ ചെടിച്ചട്ടികളിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ചെടികളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ ഓർക്കിഡിനകത്ത് മൊക്കാറ പ്ലാന്റിൽ വിരിഞ്ഞ യെല്ലോ ഫ്ലവറാണ് കേട്ടോ. നമ്മൾ പൊതുവേ നമ്മുടെ മുക്കറ ഫ്ലവേഴ്സൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ്. അപ്പോൾ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഉണ്ട്. ഒരുവിധം മുക്കറ പ്ലാന്റിൽ ഫ്ലവറിനെല്ലാം കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് വരുന്നുണ്ട്. അതുപോലെ ഡോട്ട് ഉണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കെട്ടി തൂക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മരങ്ങളിലൊക്കെ വെച്ച് കെട്ടി വളർത്താം. അതല്ല എങ്കിൽ ഞാൻ പോട്ടുകളിൽ വെച്ചിട്ടുണ്ട്, മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട്, അങ്ങനെ നട്ട് വളർത്താം. അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്കിതുപോലെ ഹാങ് ചെയ്ത് കെട്ടി തൂക്കിയിട്ടും നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്രൈറ്റ്, നല്ല വെയിൽ തന്നെ വേണം, എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യത്തുള്ളൂ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മൊക്കാറ പ്ലാന്റ് ഫ്ലവർ ആവുന്നില്ല എന്ന്. അപ്പോൾ അതിൻ്റെ പ്രധാന ഒരു കാര്യം ഇതാണ്, സൺലൈറ്റ് കേട്ടോ. നല്ല വെയിൽ തന്നെ വേണം. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഡാർക്ക് എന്ന് വെച്ചാൽ ഒരു കണ്ണിന് എറിക്കുന്ന രീതിയിലൊരു യെല്ലോ കളർ. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയത്തിൽ തന്നെ യെല്ലോ ഫ്ലവർ വരുന്നതാണ് കേട്ടോ. ഒരു യെല്ലോയും ഒരു ചെറിയൊരു ഗ്രീനിഷ് കണക്ക് വരുന്ന ഒരു യെല്ലോ, നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലവറാണ്, ഈ ഒരു പ്ലാന്റിൽ നിന്നുള്ള ഫസ്റ്റ് ഫ്ലവറാണ്. അത്യാവശ്യം നല്ല വലിയ സ്പൈക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം അത്യാവശ്യമൊക്കെ ഫ്ലവർ ആവുന്ന പ്ലാന്റ്. കുറച്ച് നാളായി വിരിഞ്ഞിട്ട് അതിനകത്ത് ഒരു ഫ്ലവർ ഇതുപോലെ പോയി. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ നമ്മുടെ ഡാൻസിങ് ലേഡിയാണ് കേട്ടോ. നല്ല ഒരുവിധം ചെടികളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. എന്ന് വെച്ചാൽ നല്ല ലോങ് സ്പൈക്കാണ്, മിക്കപ്പോഴും പൂക്കളാണ്, കാണാൻ തന്നെ ഒരു രസമാണ് ആ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പോട്ടിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാനൊരു മരത്തിൻ്റെ കുറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിറച്ചും അങ്ങ് സ്പ്രെഡായിട്ട് വരുന്നുണ്ട്. കുറച്ച് നാളായുള്ളൂ ഞാൻ അതിനകത്ത് വെച്ചിട്ട്, പക്ഷേ നല്ല രീതിയിൽ സ്പ്രെഡായിട്ടുണ്ട്. എല്ലാത്തിലും വേണ്ടോ നിറച്ച് മൊട്ടുകളാണ്. ഇവിടെ എല്ലാം പൂക്കളാണ്, നിറച്ച് പൂക്കളാണ്. ഓരോത്തിലും ഉണ്ട് സ്പൈക്കുകൾ. അപ്പോൾ അടുത്ത നാലാമത്തെ വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1-2 വീഡിയോസിലെല്ലാം ഈ പ്ലാന്റ് നിങ്ങൾ കണ്ടു കാണും, ഈ ഫ്ലവർ കണ്ടു കാണും. അപ്പോൾ അതിപ്പോൾ സെപ്പറേറ്റൊക്കെ ചെയ്തിട്ട് ഫസ്റ്റായിട്ട് ഫ്ലവർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാണിച്ച 4 പ്ലാന്റ്സും ഓർക്കിഡിൻ്റെ വെറൈറ്റീസാണ്, പലതരം ഓർക്കിഡ്സ് തന്നെയാണ്. അപ്പോൾ ആദ്യം കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർക്കിഡ്സ് വളർത്തുന്നവർക്ക് അറിയായിരിക്കും, ഇന്ന് വന്ന് നാളെ പോകുന്ന പൂക്കളല്ല ഓർക്കിഡിൻ്റെ പൂക്കളെന്ന് പറയുന്നത്. ഒരു 2-3 മാസം നല്ല രീതിയിൽ വെള്ളമൊന്നും വീഴാതെ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസ് ഒന്നും പൂക്കളിൽ വീഴാതിരുന്ന് കഴിഞ്ഞാൽ ഒരു 3 to 4 months ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്ന ഫ്ലവേഴ്സാണ്, ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ്. നമുക്ക് എന്നും നമ്മുടെ ചെടികളിൽ ആ പൂക്കൾ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആദ്യം ഞാൻ ആ ഒരു ഫ്ലവേഴ്സ് ഇത്രയും കാണിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓർക്കിഡിൽ തന്നെ വാൻഡയിലും യെല്ലോ ഫ്ലവർ തരുന്ന പ്ലാന്റ് ഉണ്ട് കേട്ടോ. പക്ഷേ അത് ഇപ്പോഴും അതിൻ്റെ ഫ്ലവർ ഇല്ല, ഫ്ലവർ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതും അതിൻ്റെ ഒരു വെറൈറ്റിയിലും യെല്ലോ ഫ്ലവേഴ്സ് തരുന്നത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിൽ ഇന്ന് വിരിയും, നാളെ അത് മങ്ങും, വീണ്ടും അടുത്ത ഫ്ലവർ ആവും. അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സും കൂടിയാണ് നമുക്ക് കാണാം. അപ്പോൾ അടുത്തത് നമ്മുടെ സ്വന്തം സുന്ദരിച്ചെടിയാണ്. അതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല, സുന്ദരിച്ചെടി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും നല്ല ഭംഗിയുള്ള യെല്ലോ ഫ്ലവറാണ്. അപ്പോൾ അതിനകത്തും മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള സമയത്ത് നിറച്ചും പൂക്കൾ തരുന്നതാണ്. ഉണ്ടോ, ഇതാദ്യം വന്നു, പിന്നെ താഴെ നല്ല ഇതുപോലെ മൊട്ടുകൾ വരുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് ഒരു യെല്ലോ.
അപ്പോൾ അടുത്ത നമ്മുടെ വീട്ടിൽ ഒരുവിധം എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒരു പ്ലാന്റാണ് 10 മണിച്ചെടി എന്ന് പറയുന്നത്. 10 മണിച്ചെടിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഡബിൾ പെറ്റലും ഒക്കെ ഉണ്ട്, സിൻഡ്രല്ല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള 10 മണിച്ചെടിയാണ് കേട്ടോ. നല്ല യെല്ലോ ഫ്ലവറാണ്. ഇത് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ് യെല്ലോയുടെ. ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡുണ്ട്, പക്ഷേ അത് ഈ സമയമായപ്പോഴത്തേക്ക് വൈറ്റ് ആയപ്പോഴത്തേക്ക് അതങ്ങ് അടഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഇവിടെ ഒരു വെട്ടം ഉള്ളത് കൊണ്ട് ഇതുവരെ മങ്ങിയില്ല. വീഡിയോയ്ക്ക് വേണ്ടി കിട്ടി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഭംഗിയാണ്. അപ്പോൾ അടുത്ത ചെടി എന്ന് പറയുന്നത് നമ്മുടെ കമ്മൽ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. നമ്മുടെ ഇവിടങ്ങളിൽ എല്ലാവരും കമ്മൽ ചെടി എന്നാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞ് ജിംക്ക പോലെ ഇരിക്കുക ആ പൂവിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സീഡ്സാണ് നമ്മൾ നട്ട് വളർത്തുന്നത്. പാകി കിളിപ്പിക്കുകയാണ് ചെയ്യുന്നത് സീഡ്സ്. അത്യാവശ്യം ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമ്മൾ പെറ്റൂണിയ പ്ലാന്റ് പറയുന്ന പോലെ, പെറ്റൂണിയയുടെ ഫ്ലവർ പറയുന്ന പോലെ തന്നെ ഒരു പ്ലാന്റിൽ നിന്ന് 1000 പൂക്കളാണ് വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കിഡ്സ് നമ്മൾ കുറേ നാൾ ഫ്ലവർ നിൽക്കുമെന്ന് പറഞ്ഞു. മറ്റ് ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടത്തിൽ എന്നും ചിത്രശലഭങ്ങളും കുഞ്ഞു കുഞ്ഞു വണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ എപ്പോഴും കാണും. അതിനെ ആകർഷിപ്പിക്കുന്ന ഒരു കളറാണ് നമ്മുടെ ഈ മഞ്ഞ കളർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇതിനകത്തുനിന്ന് കുഞ്ഞ് ചെറുതായിട്ട് തേൻ കുടിക്കാനും ഒക്കെ എപ്പോഴും വണ്ടും തേനീച്ചയും ചിത്രശലഭങ്ങളും എല്ലാം നമ്മുടെ തോട്ടത്തിൽ എപ്പോഴും കാണും. അപ്പോൾ എനിക്ക് പൊതുവായിട്ട് ഈ ഒരു പ്ലാന്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വളരെ കുഞ്ഞു ഫ്ലവറുമാണ്, എന്നാൽ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്റ്റാൻഡിൽ നിറച്ചും ഒരു 4-5 ചെടിച്ചട്ടി നിറച്ചും ഞാൻ ഇതുപോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ തന്നെ, നിറച്ചും ഭംഗിയാണ്. അപ്പോൾ ഇത് എൻ്റെ തോട്ടത്തിലേക്ക് വന്ന പുതിയൊരു അതിഥിയാണ്. കുറച്ച് നാളായതേ ഉള്ളൂ വെച്ചിട്ട്. ഞാൻ ഒരു കുഞ്ഞ് തൈ കൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ ഇതേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജമന്തി ബന്തി എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ അത്തപ്പൂടീന് ഓണസമയമൊക്കെ ആകുമ്പോഴാണ് ഇതിനെ കൂടുതലായിട്ട് ആൾക്കാർ ഓർക്കുന്നത്. നമ്മൾ അത്തപ്പൂടിയിലിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നൊരു ഫ്ലവറാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം അറിയാമല്ലോ. നമ്മുടെ കൃഷി ചെയ്യുന്നവരൊക്കെ നട്ടു വളർത്തുന്ന പ്ലാന്റും കൂടിയാണ് നമ്മുടെ ബന്തി എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മണപ്പിച്ചുകൂടെന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ട്, മണപ്പിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലവറായി വരുന്നു കേട്ടോ, നിറച്ചും മുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ തോട്ടത്തിൽ വിരിഞ്ഞ ആ മഞ്ഞ പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇതിലും വേറെ കുറച്ച് പ്ലാന്റും കൂടിയൊക്കെ മഞ്ഞ കളറിലെ പൂക്കൾ തരുന്നതുണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒന്നും ഫ്ലവേഴ്സ് ഇല്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അത് വേറെ പിന്നെ ഒരു വീഡിയോയിൽ അത് വിരിയുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ യെല്ലോ ഫ്ലവേഴ്സ് വരുന്ന ഒരുപാട് ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ചതുപോലത്തെ ചെടിച്ചട്ടിയിൽ നമ്മളെ വീട്ടുമുറ്റത്ത് കുഞ്ഞായിട്ട് നട്ടു വളർത്താൻ പറ്റിയ മഞ്ഞ പൂക്കൾ തരുന്ന പ്ലാന്റ്സ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ നട്ടു വളർത്തുന്നതാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ, അതുപോലുള്ള പ്ലാന്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള പ്ലാന്റാണെങ്കിൽ നമുക്ക് കളക്ട് ചെയ്ത് വളർത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.